നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർമസി നോട്ടിഫിക്കേഷൻസ് 2ഉം 3ഉം വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ അത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് തരത്തിലാവണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇനി ഏത് സിലബസിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യേണ്ടത്, എന്തിനൊക്കെയാണ് വെയിറ്റേജ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സഹകാരി റേസ് പ്ലസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചിട്ടയായ രീതിയിലാണ് സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യേണ്ട, കണക്ട് ചെയ്യൂ വിത്ത് സഹകാരി റേസ് പ്ലസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ CNS ആണ്. ഇതിനകത്ത് ഒരുപാട് സബ് ടോപ്പിക്സുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജനറൽ അനസ്തെറ്റിക്സ്, സെക്കൻഡ് വൺ ഈസ് അനാൾജസിക്സ്, ആന്റിപൈററ്റിക് ആൻഡ് NSAIDs, നാർക്കോട്ടിക് അനാൾജസിക്സ്, ആന്റിറൊമാറ്റിക് ആൻഡ് ആന്റി ഗൗട്ട് റെമഡീസ്, സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ്, സൈക്കോ ഫാർമക്കോളജിക്കൽ ഏജൻസ്, ആന്റി കൺവൽസൻസ് ആൻഡ് അനലിപ്റ്റിക്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിനർത്ഥം CNS ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ മേജർ കാറ്റഗറീസ് ആണ് നമ്മളോട് പറഞ്ഞത്. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക്സ് നമുക്ക് നോക്കാം. സോ ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNS ആണ്. അതിനു മുന്നേ തന്നെ എന്താണ് CNS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണം. ഈ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ നോക്കുവാണെങ്കിൽ CNS എന്നും PNS എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, CNS പഠിച്ചിട്ടുണ്ട്, PNS പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഓർമ്മയില്ല, ഇത് എന്താ സംഭവം എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നതാണ് എന്ത് CNS എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം? ഗാംഗ്ലിയോണും നെർവും വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ PNS. ഓക്കെ. So the central nervous system CNS is made up of the brain and spinal cord. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനും സ്പൈനൽ കോഡും ആണ് CNS എന്ന് പറഞ്ഞാൽ. It is the one of the second part of the nervous system. The other part in peripheral nervous system which consists of nerve that connecting the brain and spinal cord to the rest of the body. അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗാംഗ്ലിയോൺ, നെർവ്, അത് മാത്രമല്ല ബ്രെയിനും സ്പൈനൽ കോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ PNS കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഫുള്ളി ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി ഇങ്ങനെ നിൽക്കുന്നതും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റുന്നത്. സോ ജനറൽ അനസ്തെറ്റിക്സ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും പല ആൾക്കാർക്കും പേടിയാണ്. ഒരു സർജറി ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദൈവം അനസ്തേഷ്യ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ തലേ ദിവസം അനസ്തേഷ്യ ഡോക്ടറിനെ പോയി കാണും. ഡോക്ടറിനെ പറയും, ഡോക്ടർ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഡോക്ടറിന് പേടിക്കാനൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുടെ സർജറി 8 hours, 9 hours, 24 hours നമ്മൾ കേട്ടിട്ടുണ്ട്. പല ലോങ് ഡ്യൂറേഷൻ സർജറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈവൻ ദോ സർജറി എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആയിട്ടാണ് പല ആൾക്കാരും കാണുള്ളത്. കാരണം സർജറി ചെയ്താൽ മാത്രമേ ഇനി ജീവിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി പണ്ട് കാലങ്ങളിൽ ഈജിപ്റ്റ്, ഏഷ്യയിലൊക്കെ അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിച്ചത് ഒപ്പിയം, പോപ്പിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വസ്തുക്കൾ, ഈഥൈൽ ആൽക്കഹോൾ, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ അനസ്തേഷ്യ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ പ്രോഗ്രസ് ആയി വന്നു. അവസാനം ഒരു ദിവസം ഒരു സയന്റിസ്റ്റ് കൊടീൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അയാൾ തുമ്മുകയും ആ കൊടീൻ അടുത്ത ആളുടെ മുഖത്തേക്ക് വീഴുകയും അയാൾ പെട്ടെന്ന് ബാക്കിലേക്ക് മറിഞ്ഞ് വീഴുകയും അയാളുടെ കാല് മുറിയുകയും അയാൾ വേദന അറിയാതിരിക്കുകയും ഒരു കണ്ടീഷൻ വന്നു. അങ്ങനെ അനസ്തേഷ്യ എന്താണെന്ന് കണ്ടെത്തി. അതിനുശേഷം പിന്നെയാണ് നൈട്രസ് ഓക്സൈഡ്, കാരണം ചിരി വന്നു, ഒരു ലാഫ് വന്നു, അതുകൊണ്ട് തന്നെ ഒരു ഹാലൂസിനേറ്റിംഗ് ഏജന്റ്, അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനയൊന്നും അറിഞ്ഞില്ല എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും അങ്ങനെ അനസ്തേഷ്യയുടെ ഒരു പ്രാരംഭഘട്ടം സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററീസ് പറയുന്നുണ്ട്. സ്റ്റിൽ ഹിസ്റ്ററീസ് ഒക്കെ നമുക്ക് പറയാനും മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിനകത്ത്. അനസ്തേഷ്യ എന്ന് പറയുന്നത് അത്ര വലിയ കോംപ്ലക്സ് ആയ കാര്യമല്ല. പല സർജറികൾ വന്നു, റോബോട്ടിക് സർജറി വന്നു, കീഹോൾ സർജറി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴും അനസ്തേഷ്യയുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പണ്ട് കോംപ്ലക്സ് എന്ന് പറയുമെങ്കിൽ തന്നെയും ഇപ്പോൾ പല ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്. ത്രൂ ഔട്ട് ദി സർജറി അവരുണ്ടാവും. സോ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ സർജറി എങ്ങനെ നടക്കുന്നു, ഏത് രീതിയിൽ നടക്കുന്നു എന്നൊക്കെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അനസ്തേഷ്യയിലേക്ക് പോവാം. General anesthesia are the agents which produce reversible loss of sensation and consciousness. ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആണ്. ഇതൊരു ടെമ്പററി ആണ്. നമുക്ക് ലോസ് ഓഫ് സെൻസേഷൻ, തൊട്ടാലോ പിച്ചയിലോ മാന്തിലോ ഒന്നും നമ്മൾ അറിയില്ല. കോൺഷ്യസ്നെസ്, നമുക്കൊരു ബോധം ഉണ്ടാവില്ല. ചെയ്യുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു, വരുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു പെയിൻ ഉണ്ടാവും. അതാണ് അനസ്തേഷ്യ. ഡ്യൂറിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജനറൽ അനസ്തേഷ്യ ഇറ്റ്സ് നെസസറി ടു കൺട്രോൾ ദ ഡെപ്ത് ഓഫ് അനസ്തേഷ്യ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡോസ്. അതായത് എത്ര ഡോസ് കൊടുക്കണം, എങ്ങനെയായിരിക്കണം അനസ്തേഷ്യ എന്നൊക്കെ തീരുമാനിക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. ദ പ്രോഗ്രസ് ഓഫ് അനസ്തേഷ്യ
അനസ്തേഷ്യ ഡിവൈഡ് ഇൻറ്റു 4 സ്റ്റേജ്. ടോട്ടൽ 4 സ്റ്റേജിലായിട്ടാണ് അനസ്തേഷ്യ നമ്മൾ ഡിവൈഡ് ഉള്ള 4 സ്റ്റേജ് ആയിട്ട്. ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് സബ് സ്റ്റേജുകളും വരുന്നുണ്ട് കേട്ടോ. phase 1, phase 2, phase 3, phase 4 എന്നും പറഞ്ഞിട്ട് വീണ്ടും സബ് സ്റ്റേജുകളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ ഇൻട്രൊഡക്ഷൻ. ഓർത്തിരിക്കുക, ഇറ്റ്സ് എ റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ് ആണ്, ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരുന്നാലും നമുക്കൊരു ഐഡിയ പിന്നെ ഉണ്ടാവും. സ്റ്റേജസ് ഓഫ് ജനറൽ അനസ്തേഷ്യ. ഇനി എന്തൊക്കെ സ്റ്റേജുകളാണുള്ളത്? ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് സ്റ്റേജ് ഓഫ് അനാൾജിയ. എല്ലാവർക്കും അറിയാലോ അനാൾജസിക്സ് കഴിക്കുക, പെയിൻ കുറയുക, അത് തന്നെയാണ്. ആൻഡ് സ്റ്റേജ് 2 ഡെലീറിയം ആണ്. നമ്മൾ ഡെലീറിയം എന്ന് പറയുമ്പോൾ തന്നെ അത് സ്റ്റേറ്റ് ഓഫ് എക്സൈറ്റ്മെന്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഡെലീറിയം ഓർ എക്സൈറ്റ്മെന്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനപ്പോൾ അത് വെറുതെ വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഡെലീറിയം തന്നെയാണ് പറയുന്നത്, പക്ഷേ എക്സൈറ്റ്മെന്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PSC നാളെ എക്സൈറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിച്ചിരിക്കണം. സോ സ്റ്റേജ് 3 സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനസ്തേഷ്യ ചെയ്യുന്നത്. ഇവിടെ വീണ്ടും phase 1, phase 2, phase 3, phase 4 എന്നും പറഞ്ഞ് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്റ്റേജ് 4 സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ് ആണ്. ഇതിൻ്റെ കൂടെ ഇറ്റ് ലീഡ്സ് ടു ഡെത്ത് എന്നാണ് പറയുന്നത്. ഡെത്ത് എന്ന് പറയുന്ന ഒരു ഫേസ് അല്ല, മെഡുലറി പാരാലിസിസിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് മെഡുലറി പാരാലിസിസ് കഴിഞ്ഞാൽ പിന്നെ ഡെത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ് വെച്ചാൽ നമ്മുടെ മെഡുലറി റീജിയൻ അത് പാരാലിസിസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അയാളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അനസ്തേഷ്യ വളരെ സിമ്പിളായിട്ട് കാണിക്കും, അതിനിടയിൽ തന്നെ മരിച്ചു പോവുക, അനസ്തേഷ്യ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡോസ് തെറ്റുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക, ലാസ്റ്റ് ഡെത്ത് ആവുക, കോമയിലേക്ക് പോവുക, അങ്ങനെ ഒരുപാട് എപ്പിസോഡ്സും ഒക്കെ നിങ്ങൾ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത്രയും കോംപ്ലക്സ് അല്ല, എന്നാൽ തന്നെയും അധികം റിസ്ക് പിടിച്ചൊരു പണിയും കൂടെയാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. സോ സ്റ്റേജ് ഓഫ് അനാൾജസിയ ആൻഡ് ഡെലീറിയം എക്സൈറ്റ്മെന്റ്, അതായത് 2 സ്റ്റേജുകൾ ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് അനാൾജസിയ ആണ്. ദിസ് സ്റ്റേജ് എക്സ്റ്റെൻഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ഇൻഹലേഷൻ ഓഫ് അനസ്തേഷ്യ. അതായത് നമുക്ക് അനസ്തേഷ്യ ഇൻഹെയിൽ ചെയ്യാം, അതായത് നമുക്ക് നസോഫാരഞ്ചിയൽ വഴി നമുക്ക് ഇൻഹെയിലും ചെയ്യാം, IV ആയിട്ടും കൊടുക്കാം, അതായത് നമ്മുടെ ബ്ലഡ് വെയിൻസിലൂടെ കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് ഒന്നുകിൽ ഇൻഹെയിൽ ചെയ്യിപ്പിക്കുക, ഇല്ലെങ്കിൽ IV കൊടുക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, കോമ്പിനേഷൻസുകൾ വരുന്നുണ്ട്. ഇൻഹെയിലും അല്ലെങ്കിൽ നമ്മുടെ IV ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. അപ് ടു ലോസ് ഓഫ് കോൺഷ്യസ്നസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഷ്യസ്നസ് നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു പേഷ്യൻ്റ് ഉണ്ട്, നമ്മൾ ഡോക്ടറാണ്, സോ വി ആർ ഗീവിങ് ദ അനസ്തേഷ്യ എന്ന് ചിന്തിക്കുക. അപ്പം പേഷ്യൻ്റ് കിടപ്പുണ്ട്, നമ്മൾ അനാൾജിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഇൻഹെയിൽ ചെയ്യിപ്പിക്കുകയാണ്, കോൺഷ്യസ് നഷ്ടപ്പെടുന്നുണ്ട്. ദർ ഇസ് എ ഗ്രാജുവൽ ഡിപ്രഷൻ ഓഫ് കോർട്ടിക്കൽ സെൻറ്റർ. ഇവിടെ കോർട്ടിക്കൽ സെൻറ്റർ എന്ത് ചെയ്യുന്നു? ഡിപ്രസ് ചെയ്യുന്നു. കോസ് സെൻസേഷൻ ഓഫ് ഫാളിങ്, സെൻസേഷൻസുകൾ നഷ്ടപ്പെടുന്നു. ഉള്ളിയാലോ പിച്ചിയാലോ മാന്തിയാലോ ഒന്നും അവർ അറിയത്തില്ല. സഫോക്കേഷൻ ആൻഡ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഡിസ്റ്റർബൻസ്, അതായത് നമ്മളൊരു കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുവാണ്, അപ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഇരുട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും? നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? ആ ഇറിറ്റേഷൻസ് ഒക്കെ ഈ അനാൾജിയിൽ ഉണ്ടാവും. മൈനർ സർജിക്കൽ ഓപ്പറേഷൻ സച്ചസ് ഡെന്റൽ എക്സ്ട്രാക്ഷൻസ്, അതായത് ഡെന്റൽ എക്സ്ട്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അനാൾജിയാണ്. പല്ലെടുക്കുക, പല്ല് പറിക്കുക, ആ പരിപാടിയൊക്കെ ചെയ്യുന്നത് അനാൾജിയിലാണ്. And with continuous administration of anesthesia, the patient passed to the second stage. അതായത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റേജിലേക്ക്, അതായത് ഡെലീറിയം സ്റ്റേജിലേക്ക് അയാൾ പോവുകയാണ് ചെയ്യുന്നത്. സോ ഡെലീറിയം ആണ്. ദിസ് സ്റ്റേജ് എക്സ്റ്റെൻഡ് ഫ്രം ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ടു ദ ബിഗിനിങ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ദാസപ്പൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട് കേട്ടോ. ദാസപ്പൻ നമ്മൾ സർജറി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് ആദ്യം അയാളുടെ ബോഡി വെയിറ്റ് ഒരു 75 കിലോയാണ്, 75 kg ആണ്. അപ്പോൾ നമുക്കൊരു എത്രയാ, ഒരു 120 ഗ്രാം മെഡിസിൻ കൊടുത്താൽ മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ? സർജറിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് വരുള്ളൂ. അയാൾക്ക് സർജറി ചെയ്യാനുള്ള അനസ്തേഷ്യ കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഇമാജിനറി നമ്പറാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മൾ അയാൾക്ക് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. മരുന്ന് കൊടുത്ത് അത് നമ്മൾ ഡെലീറിയത്തിലേക്ക് കൊണ്ടുവന്നു. ഡെലീറിയം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മൈനർ സർജറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇതിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ട് തുടങ്ങി. നെക്സ്റ്റ് ഡെലീറിയമാണ്. ഡെലീറിയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മൾ
ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു 10 ഗ്രാം കൊടുത്തു, പിന്നെ നമ്മളൊരു 20 ഗ്രാം കൊടുത്തു. 20 ഗ്രാം കൊടുത്തപ്പോഴത്തേക്ക് അയാൾ ഡെലിറിയത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഡെലിറിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സംഭവമാണ്. ഈ ഡെലിറിയം ചെയ്യുന്ന സമയത്ത് പണ്ട് കേട്ടിട്ടുണ്ടോ ആൾക്കാർ സർജറി ചെയ്തപ്പോൾ ആൾക്കാർ ഇറങ്ങി ഓടി, മുറിച്ചുകൊണ്ടിരിക്കുന്ന ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഈ ഡെലിറിയത്തിൻ്റെ ഒരു സ്റ്റേജാണ്. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സ്റ്റേജ് മേ അസോസിയേറ്റ് വിത്ത് മാർക്ഡ് എക്സൈറ്റ്മെന്റ് വിത്ത് ഇൻക്രീസ് ഇൻ മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് വോമിറ്റിംഗ്. അതുകൊണ്ടാണ് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് എക്സൈറ്റ്മെന്റ് കാണിക്കും, അതായത് മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് കാണിക്കും, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് കാണിക്കും, വൊമിറ്റ് ചെയ്യും, പിന്നെ ഈവൻ ദോ സീച്ചർ വരാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരും. ഇറങ്ങി ഓടുക, കണ്ണുറക്കുക, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഈ ഡെലിറിയം സ്റ്റേജിൽ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ ദോ ഇതൊരു ക്വിക്ക് സ്റ്റെപ്പാണ്. അനാൾജിയിൽ നിന്ന് പെട്ടെന്ന് അനാൾജിയുടെ എൻഡിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഡെലിറിയത്തിൽ വരും. ഡെലിറിയം തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ പെട്ടെന്ന് സർജിക്കൽ അനസ്തേഷ്യയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആണ്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഡെലിറിയം പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. സർജിക്കൽ അനസ്തേഷ്യ ടോട്ടലി 4 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആൻഡ് ഫേസ് 4. ഫേസ് 1 പ്യൂപ്പിൾസ് കൺസ്ട്രിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ദാസപ്പൻ ഇരിപ്പുണ്ട് കേട്ടോ. ഡെലിവറി എല്ലാം കഴിഞ്ഞു, അയാൾക്ക് സർജറി ചെയ്യാൻ പോവുകയാണ്. ഇതൊരു ഗ്രാഫായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ അനസ്തേഷ്യ റൈസ് ചെയ്തു. നമ്മളിപ്പോൾ എത്ര 20 ഗ്രാം കൊടുത്തല്ലേ, 20 ഗ്രാം കൊടുത്തു. നമ്മളിത് റൈസ് ചെയ്യണം. നമുക്ക് എത്രയാ വേണ്ടിയെന്ന് പറഞ്ഞേ, നമുക്കൊരു 110 വരെ വേണമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇച്ചിരി ഡോസ് കൂട്ടുവാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പ്യൂപ്പിൾസ് കൺസ്ട്രിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ പ്യൂപ്പിൾസ് ആർ കൺസ്ട്രിക്റ്റഡ്. ഇനി ഐബോൾസ് ആർ മൂവിങ്. ഈ സമയത്ത് ഐബോൾസ് റോർ ചെയ്യും. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങനെ അങ്ങനെ റോർ ചെയ്യും. റോർ ചെയ്തു. ആൻഡ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ് റേറ്റ്സ് ആർ നോർമൽ. ഇവിടെ വൈറ്റൽസ് ഒക്കെ നോർമൽ ആട്ടോ. അതായത് ബ്ലഡ് പ്രഷർ നോർമലാണ്, വൈറ്റൽസ് ഒക്കെ നോർമലാണ്. ആൻഡ് ദ ഫേസ് 2 ആണ്. ഫേസ് 2 ഐബോൾസ് ആർ ഫിക്സഡ്, ദ പ്യൂപ്പിൾ ബീങ് ഡൈലേറ്റ്. എന്ത് ചെയ്തു? ഐബോൾസ് ഒരിടത്ത് മാത്രം നിൽക്കുവാണ്, അതിങ്ങനെ ഡൈലേറ്റ് ചെയ്ത് വരുവാണ്, ഡൈലേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ there is a loss of corneal reflex and skeletal muscle relaxation. സത്യം പറഞ്ഞാൽ ഒരു സർജറി ചെയ്യുമ്പോൾ നമ്മുടെ സ്കെൽറ്റൽ മസിലൊക്കെ റിലാക്സ് ആവണ്ടേ? മസിലൊക്കെ റിലാക്സ് ആയാൽ മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് മസിലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പം മസിലൊക്കെ ഒന്ന് റിലാക്സ് ആയി വരുമ്പോൾ നമ്മൾ എന്ത് സർജറി ചെയ്യുന്നു. അപ്പം ഫേസ് 2 മുതൽ എന്ത് ചെയ്യുന്നു? സ്കെൽറ്റൽ മസിൽ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. And phase 3, pupils are dilate and light reflex loss, the BP being to fall, there a marked muscle relaxation. അപ്പോൾ ഈ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് 2ന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. റീസൺ എന്താണ്? പ്യൂപ്പിൾസ് ഒരിടത്ത് തന്നെ നിൽക്കുവാണ് ചെയ്യുന്നത്, ലൈറ്റ് റിഫ്ലക്സ് നിൽക്കുന്നു. അത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് ചിമ്മുക, കണ്ണിനകത്തുള്ള പ്യൂപ്പിൾസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് കൺസ്ട്രിക്റ്റ് ആവുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയുണ്ട്. അത് നമ്മളൊന്ന് ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി, കണ്ണകത്ത് ഈ പ്യൂപ്പിൾ ചുരുങ്ങുന്ന കാണാമല്ലോ. അപ്പോൾ BP ഫോൾ ചെയ്യാൻ തുടങ്ങി, പീപ്പിൾ ഡൗൺ ആവാൻ തുടങ്ങി, പിന്നെ BP എന്ത് ചെയ്യാൻ തുടങ്ങി? ഫോൾ ഡൗൺ ആവാൻ തുടങ്ങി. ദർ ഇസ് എ മാർക്ഡ് മസിൽ റിലാക്സൻ. അതായത് നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് വരുവാണ്. ആൻഡ് ഫേസ് 4, ദ പ്യൂപ്പിൾസ് or widely dilated, there is a shallow abdominal respiration. അതായത് റെസ്പിറേഷൻ ഒന്നും വലുതായിട്ടില്ല, വളരെ ഷാലോ ആയിട്ടുള്ള റെസ്പിറേഷൻ ആണ് വരുന്നത്. ആൻഡ് BP ഈസ് ലോ. ഇവിടെ വെച്ചിട്ട് നിന്നു BPയും ലോ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് 4 സ്റ്റേജുകൾ, 4 ഫേസുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. So next one is stage of medullary paralysis ആണ്. ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ ഓവർഡോസ്. അതായത് നമ്മുടെ ദാസപ്പൻ ഇരിപ്പുണ്ടല്ലോ, ദാസപ്പന് സർജറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കൂടെയുള്ള നേഴ്സ് കുറച്ച് മരുന്ന് അധികമായിട്ട് കുത്തിവെച്ചു. നേഴ്സല്ല ഡോക്ടറെ വെക്കുക, ഞാനൊരു ഇമാജിനറി കേട്ടോ. അത് നമ്മുടെ ദാസപ്പന് ഇച്ചിരി കുറച്ച് മരുന്ന് കൂടുതൽ കുത്തിവെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുക? മെഡുലറി പാരാലിസിസ് സംഭവിക്കുക. It is a stage of medullary depression, less action of breathing, circulation failure and death may follows. അതായത് നമ്മൾ ഈ ദാസപ്പന് അത്യാവശ്യം ഓവർഡോസ് ആയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുവാണ്. മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ അത് സംഭവിക്കുക, അയാളുടെ മെഡുലറി പാരാലിസിസ് സംഭവിക്കും. അതുമാത്രമല്ല ബ്രീത്തിങ് കുറയും. അതായത് വലിയ ബ്രീത്തിങ് ഉണ്ടാവില്ല, വളരെ നാരോട്ടുള്ള ബ്രീത്തിങ് ഉണ്ടാവുള്ളൂ. ആൻഡ് സർക്കുലേഷൻ ഫെയിലിയർ, അതായത് സർക്കുലേഷൻസുകളൊക്കെ ഫെയിലിയർ ആവും. ആൻഡ് ഡെത്ത് മേ ഫോളോസ്. ലാസ്റ്റ് എന്ത് ചെയ്യും? ദാസപ്പൻ തട്ടിപ്പോകും. ഇതാണ് ദാസപ്പൻ നമ്മൾ സർജറി ചെയ്തപ്പോൾ ഉണ്ടായ ഫലം. അതായത് നമ്മൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് എന്താ സംഭവിക്കുന്നത്? അനാൾജിയ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡെലീറിയം ഓർ എക്സൈറ്റ്മെന്റ്. ആൻഡ് തേർഡ് വൺ ഈസ് സർജറിക്കൽ ഫേസ്. അവിടെ 1, 2, 3, 4 എന്ന 4 ഫേസുകളുണ്ട്. അതിനുശേഷം ലാസ്റ്റ് എന്താ? മെഡുലറി പാരാലിസിസ് ഉണ്ടാവുന്നു. ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഡെത്ത്. പിന്നെ പള്ളിയിൽ കൊണ്ടുവന്നു, അടക്കുന്നു, തീർന്നു.
അപ്പോൾ ഇതാണ് ഒരു അനസ്തേഷ്യയുടെ ഫേസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ജനറൽ അനസ്തേഷ്യ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കണോ, മെഡിസിനൽ കെമിസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കണോ, അങ്ങനെ തോന്നും. പക്ഷേ ബേസിക്കലി ഫാർമക്കോളജിക്കൽ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻഹലേഷൻ അനസ്തേഷ്യ. അവിടെ വോളറ്റൈൽ ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്, രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. വോളറ്റൈൽ ആണെങ്കിൽ ഈതർ, ഹാലോതെയ്ൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ. ഈ ഈതറിനൊക്കെ ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള യൂസ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വലിയ യൂസ് ഒന്നും ചെയ്ത് കാണലില്ല. ആൻഡ് ഗ്യാസിലാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിൽ കൊണ്ടുപോകുന്ന നൈട്രസ് ഗ്യാസ്, സൈക്ലോപ്രോപ്പെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രാവിനസ് അനസ്തേഷ്യ. നമ്മുടെ ഞരമ്പിലൂടെ ബ്ലഡ് സ്ട്രീംസിലേക്ക് അനസ്തേഷ്യ കൊണ്ടുവരുന്ന സംഭവമാണ് ഇൻട്രാവിനസ് അനസ്തേഷ്യ. എക്സാമ്പിൾ തയോപെൻറ്റോൺ, പ്രൊപ്പഫോൾ. ഇത് ഒരു നോൺ വോളറ്റൈൽ അനസ്തേഷ്യയാണ് കേട്ടോ. ഇവിടെ ഈ വോളറ്റൈൽ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ചിലതിൽ ക്ലാസിഫിക്കേഷൻ കാണാറുണ്ട്. സോ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ട്ലി IV ആൻഡ് ഇൻഹലേഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് അത് നോൺ വോളറ്റൈൽ അനസ്തേഷ്യയാണ്. നെക്സ്റ്റ് കീറ്റാമീൻ ആണ് ആൻഡ് ബെൻസോഡൈസപ്പീൻസ്. ഈ കീറ്റാമീൻസും ബെൻസോഡൈസപ്പീൻസും നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി പഠിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ വീണ്ടും നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്ത് ഒരുപാട് ടോപ്പിക്കുകൾ ഇനി ഫർദറിൽ നമ്മൾ പറയുന്നുണ്ടാവും. അത് നമുക്ക് അപ്പോഴത്തേക്ക് നോക്കാം. ഈ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻഹലേഷൻ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. വോളറ്റൈൽ ആണെങ്കിൽ ഈതർ, ഹാലോതെയ്ൻ, എൻഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ എന്നും, ഗ്യാസസിലാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്നും സൈക്ലോപ്രോപ്പെയിൻ എന്നും. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രാവിനസ് അനസ്തെറ്റിക്സ്. അതിലാണെങ്കിൽ തയോപെൻറ്റോൺ, പ്രൊപ്പഫോൾ, കീറ്റാമൈൻ ആൻഡ് ബെൻസോഡൈസപ്പീൻസ്. ബെൻസോഡൈസപ്പീൻസ് ഒക്കെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇനി ഫർദർലി പഠിക്കുന്നതാണ്. സോ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ നമ്മൾ ഏകദേശം അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു സംഭവം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇനി എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ്? അതായത് നിങ്ങൾ സർജറി ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ 8 മണിക്കൂർ മുന്നേ ആഹാരമൊക്കെ വിഡ്രോ ചെയ്യാറുണ്ട്. ചിലപ്പോൾ റാൻഡാക്ക്, സിമെന്റിനൊക്കെ തരാറുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഗുളികകളൊക്കെ നിങ്ങൾക്ക് തരാറുണ്ട്. അതിൻ്റെ ആവശ്യം എന്തായിരിക്കും? വെറുതെ ആണോ? അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അത് പ്രെപ്പ് ചെയ്യുകയാണെന്ന് പറയാം. അതായത് നിങ്ങളെ സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ബോഡി വൈസ് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണ്. അതായത് വോമിറ്റിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ആങ്സൈറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ എനിക്കായാലും പേടിയായിരിക്കും, ഏത് കൊലകൊമ്പനായാലും പേടിയായിരിക്കും. അപ്പോൾ ഈ പേടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അതിനകത്ത് ഒരുപാട് മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. സോ എന്തിനാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ കൊടുക്കുന്നത്? വൈ? ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തെറ്റിക്, certain drugs are administered in order to make anesthetic safer and more pleasant and is known as pre-anesthetic medication. അതായത് ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എല്ലാ രീതിയിലും സേഫറാണ്, പേഷ്യൻ്റ് പ്ലസൻ്റ് ആണ്, പേഷ്യൻ്റ് കാം ആണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്ന ഡ്രഗ്സുകളെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്? എയിം എന്താണ്? അതായത് നമ്മൾ ഈ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ കൊടുക്കുന്നതിന് മെയിൻ എയിം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഡിക്രീസ് ആങ്സൈറ്റി. നമുക്ക് അയ്യോ സർജറി ചെയ്യുക, എനിക്കൊരു പടപടപ്പുണ്ട് അല്ലെങ്കിൽ എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. ആ ഒരു ആങ്സൈറ്റി ഇല്ലേ, അതായത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് അംനീഷ്യ ഫോർ ദ പ്രീ ഓപ്പറേറ്റീവ് പീരീഡ്. അതായത് നമ്മൾ ചാടി ഓടി നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പം ഈ സർജറിക്ക് മുന്നേ ഒരു ചെറിയൊരു അംനീഷ്യ കൊടുക്കുക, ഒന്ന് കാമാക്കി ഡൗൺ ആക്കി ബോഡിനെ ഒന്ന് ആക്കി വെക്കുക. ആൻഡ് റിലീഫ് പ്രീ ഓപ്പറേറ്റീവ് പെയിൻ. അതായത് സർജറിക്ക് ശേഷം നമുക്ക് ഉണ്ടാകുന്ന വേദനകളില്ലേ, അതായത് മുറിവിൻ്റെ വേദന ഉണ്ടാവും, പിന്നെ നമ്മുടെ വായിലൂടെ ട്യൂബ് ഇട്ടതിൻ്റെ വേദന ഉണ്ടാവും, ആ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റെഡ്യൂസ് സൈഡ് എഫക്ട് ഓഫ് അനസ്തേഷ്യ. അനസ്തേഷ്യയുടെ സൈഡ് എഫക്ട്, അനസ്തേഷ്യയ്ക്ക് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട്. നമുക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും. ഇപ്പോൾ എനിക്ക് എന്നെ പണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് വെടി വെക്കണം, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഞാൻ AK-47 വെച്ചിട്ട് വെടി വെക്കുവാണ് എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ആ ഒരു വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആൻഡ് മേക്ക് അനസ്തെറ്റിക് സേഫർ. അതായത് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട്, വേറെ ബുദ്ധിമുട്ടുകളില്ലാണ്ട്, ഒരു ADRകളൊന്നും ഉണ്ടാവാണ്ട് അനസ്തേഷ്യ സേഫറായിട്ട് കൊണ്ടുപോകാനും പ്രീ അനസ്തെറ്റിക്സ് സഹായിക്കാറുണ്ട്. ആൻഡ് റെഡ്യൂസ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. 8 മണിക്കൂർ മുന്നേ ആഹാരം വിഡ്രോ ചെയ്യുന്നതാണ്. എനിക്കിതുപോലെ സർജറി രാവിലെ എന്ന് പറഞ്ഞു, അപ്പോൾ രാത്രി ഫുഡ് നിർത്താൻ പറഞ്ഞു. ഓക്കെ ഫൈൻ, നിർത്തി. പക്ഷേ രാവിലെ ആയിട്ടും സർജറിക്ക് ടൈം ആയിട്ടില്ല. സോ ഈവനിങ് 5 മണിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഫുൾ എൻ്റെ ഡേ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ വയറ്റിൽ ഗുളു വരും. അതെന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ആക്ടിവിറ്റിയാണ്. നോർമൽ ടൈമിൽ ആഹാരം കഴിക്കേണ്ട സമയത്ത് നമുക്ക് ഗ്യാസ്ട്രിക് ജ്യൂസ് വേണം. ആ ഗ്യാസ്ട്രിക് ജ്യൂസ് ബോഡി സെക്രീറ്റ് ചെയ്യും, ടൈം വെച്ച് സെക്രീറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല,
ഫുഡില്ല, ഡൈജസ്റ്റീവ് ഫുഡില്ല. അപ്പോൾ സോ എന്ത് ചെയ്യും, അത്രയും ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവും. സോ അതിനെയൊക്കെ ഒന്ന് ഗ്യാസ്ട്രിക് ആസിഡിറ്റിനെ റെഡ്യൂസ് ചെയ്യാനും എന്ത് ചെയ്യാറുണ്ട്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് സഹായിക്കാറുണ്ട്. സോ ഇനി എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്? സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് കൊടുക്കാറുണ്ട്, ബെൻസോഡൈസപ്പീൻസ് ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് കൊടുക്കാറുണ്ട്, സെഡേഷൻ കൊടുക്കാനും സഹായിക്കാറുണ്ട്. ഈ ഡയസപ്പം ആണ് 5 മുതൽ 10 മില്ലിഗ്രാം ഓർലി കൊടുക്കും. ഇതാണ് അംനീഷ്യ കൊടുക്കുന്നത്. അതായത് സർജറിക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, 5 മുതൽ 10 മില്ലിഗ്രാം ഡയസപ്പം നമ്മൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അംനീഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ആന്റി ഹിസ്റ്റമിൻസ് ആണ്. പ്രോമെത്താസിൻ സെഡേറ്റീവ് ചെയ്യാനും ആന്റി എമിറ്റിക്സ് കൊടുക്കാറുണ്ട്, ആന്റി കൊളിനർജിക് പ്രോപ്പർട്ടീസ് കൊടുക്കാനും ഒക്കെ നമ്മൾ ആന്റി ഹിസ്റ്റമൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ആന്റി എമറ്റിക് ആണ്. മെറ്റോക്ലോർപ്രൊമൈഡ്, നോൺ സ്റ്റിറോയിഡൽ. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോസിയ വരാതിരിക്കാനും വൊമിറ്റിംഗ് വരാതിരിക്കാനും. ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫുഡൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ സർജറിക്ക് മുന്നേ ഒക്കെ വൊമിറ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആന്റി എമറ്റിക്സ് കൊടുക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്റി കൊളിനർജിക് ആണ്. അട്രോപ്പിൻ, സ്കോപലാമിൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ബ്രോങ്കിയിലും സലേവറി സെക്രീഷൻസും കുറയ്ക്കാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സർജറിക്ക് മുന്നേ ഒക്കെ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമൊക്കെ ഒരുപാട് സലേവറി സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രോങ്കിൽ സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡ്രഗ് ദറ്റ് റെഡ്യൂസ് അസിഡിറ്റി ആണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫുഡൊക്കെ ഒന്ന് വിഡ്രോ ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് വിശപ്പ് തോന്നാനും അല്ലെങ്കിൽ ഒരുപാട് സെക്രീഷൻസ് ഒക്കെ ഫോം ചെയ്യില്ല. അപ്പം റാൻഡിഡിൻ, സിമറിഡിൻ ഒക്കെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒപ്പിയോയിഡ്സ് ആണ്. മോർഫിൻ, പെത്തിഡിൻ ഒക്കെയാണ്. വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും വേദന ഇല്ലാതിരിക്കാനും ഒക്കെയാണ്. ഓൾസോ ജനറൽ അനസ്തേഷ്യ എത്രത്തോളം നമുക്ക് കുറയ്ക്കണം നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയാൻ, ഇപ്പോൾ നമുക്ക് അനസ്തേഷ്യ കഴിഞ്ഞു, നമുക്കതൊന്ന് പെട്ടെന്ന് കുറച്ച് വരണം, ആ ഒരു അനസ്തേഷ്യ ഫേസിൽ നിന്ന് മാറാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പിയോയിഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ടോപ്പിക് എല്ലാം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫുൾ കാര്യങ്ങളും ചർച്ച ചെയ്തു. വളരെ സിമ്പിളാണ്. ജസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തായിരുന്നു, അനസ്തേഷ്യയുടെ സ്റ്റേജുകൾ പറഞ്ഞു. മൊത്തം 4 സ്റ്റേജാണുള്ളത്. ഈ 4 സ്റ്റേജിൽ 1, 2, 3, 4. തേർഡ് സ്റ്റേജിൽ വീണ്ടും ഫേസ് 1, ഫേസ് 2, ഫേസ് 3. അനാൾജിയ, ഡെലീറിയം, സർജിക്കൽ അനസ്തേഷ്യ ആൻഡ് മെഡുലറി പാരലിസിസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് പറഞ്ഞു. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനിൽ നമ്മുടെ സലേവറി സെക്രീഷൻസ് കുറയ്ക്കാനും, അല്ലെങ്കിൽ നമുക്ക് ആന്റി എമറ്റിക്സും ആന്റി കൊളിനർജിക്സും ബെൻസോഡൈസപ്പീൻസും 5 മുതൽ 10 ഗ്രാം കൊടുക്കുമെന്നും നമുക്ക് ഒരു അംനീഷ്യ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിൽ IV ഫ്ലൂയിഡ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ IV ഫ്ലൂയിഡ്സിന് അങ്ങനെ ഒരു മെഡിക്കേഷൻ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ബട്ട് സ്റ്റിൽ അതും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ പ്രോഗ്രസ് ഓഫ് അനസ്തേഷ്യ ഇസ് ഡിവൈഡ് ഇൻടു ഹൗ മെനി സ്റ്റേജസ്? എത്ര സ്റ്റേജാണ് നമ്മൾ അനസ്തേഷ്യൻ്റെ ആ ഒരു സ്റ്റേജസ് ഡിവൈഡ് ഉള്ളത്? ഓപ്ഷൻസ് ഉണ്ട് 3, 4, 5, 6. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക? ആൻസർ ഈസ് 4. 4 സ്റ്റേജാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. So, during which stage of general anesthesia can minor surgical procedures can be carried out? അതായത് മൈനർ ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയർ, അതായത് ഡെന്റൽ എക്സ്ട്രാക്ഷൻ ആകാം, അങ്ങനെയുള്ള എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയർ നമുക്ക് എവിടെ ചെയ്യാം? സ്റ്റേജ് ഓഫ് അനാൾജിയ, സ്റ്റേജ് ഓഫ് ഡെലീറിയം, സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ, സ്റ്റേജ് ഓഫ് മെഡുലറി പാരലിസിസ്, എവിടെ ഇരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ആൻസർ ഈസ് സ്റ്റേജ് ഓഫ് അനാൾജിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഫസ്റ്റ് സ്റ്റേജിലാണ് നമുക്ക് പല്ല് പറിക്കലും അങ്ങനെയുള്ള കുഞ്ഞു സർജറികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് സ്റ്റേജ് ഓഫ് ജനറൽ അനസ്തേഷ്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർക്ഡ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി? ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തു. സ്റ്റേജ് ഓഫ് അനാൾജിയ, സ്റ്റേജ് ഓഫ് ഡെലീറിയം ഓർ എക്സൈറ്റ്മെന്റ്, സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ, സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ്. ആൻസർ ഈസ് സ്റ്റേജ് ഓഫ് ഡെലീറിയം ആണ്. അതായത് ഭയങ്കരമായിട്ട് മസ്കുലർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റും ഒക്കെ തോന്നിക്കുക എവിടെയാണ്? സ്റ്റേജ് ഓഫ് ഡെലീറിയം ആണ്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റേജ് ഓഫ് ഡെലീറിയം ഓർ എക്സൈറ്റ്മെന്റ്. അതും ഞാൻ പറഞ്ഞു, ഒന്ന് മനസ്സിൽ അത് വെച്ചിരിക്കുക. എക്സൈറ്റ്മെന്റ് മിക്കവാറും PSL ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതാൻ ബാധ്യസ്ഥരാണ്. So next question is, in which phase of surgical anesthesia do the pupil become dilate and light reflex is lost? അപ്പം 2-3 pupils dilate ചെയ്യുന്നുണ്ട്, കൺസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, പക്ഷെ ലൈറ്റ് റിഫ്ലെക്സ് ലോസ്റ്റ് ആവുന്നത് എവിടെയാണെന്ന് ചോദിച്ച് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? phase 1, phase 2, phase 3, phase 4. ഉത്തരം എന്ന് പറഞ്ഞാൽ phase 3 ആണ്.
So, which stage of general anesthesia is characterized by medullary depression and can result in breathing and circulation failure? Directly ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെഡുലറി ഡിപ്രഷൻ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ട്, സർക്കുലേഷൻ ഫെയിലിയർ എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രീത്തിങ് ഫെയിലിയർ എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഏതാണ്? സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ് തന്നെയാണ്. So next question, which stage of general anesthesia is characterized by loss of consciousness? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് റിപ്പീറ്റേഷൻ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതായിരിക്കും എവിടെയായിരിക്കും. സ്റ്റേജ് ഓഫ് അനാൾജിയ, സ്റ്റേജ് ഓഫ് ഡെലീരിയം, സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ, സ്റ്റേജ് ഓഫ് മെഡുലറി പാരാലിസിസ്. ഉത്തരം സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ ആണ്. Which phase of surgical anesthesia is characterized by dilate pupil and marked muscle relaxation? അതായത് നമ്മൾ പറഞ്ഞു ഫേസ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യയിൽ 2-3 ഭാഗത്ത് നമ്മുടെ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഡൈലേഷൻ ഓഫ് പ്യൂപ്പിൾ ആണ്. നമുക്ക് ടോട്ടൽ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്, ഫേസ് 3 ഉണ്ട്, ഫേസ് 4 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്യൂപ്പിൾസ് ഡൈലേറ്റ് ആവുകയും അതിൻ്റെ കൂടെ മസിൽസ് റിലാക്സ് ആവുകയും ചെയ്യുന്നുണ്ട്. ആ ഫേസ് 3 ആണ്. Which phase of surgical anesthesia is characterized by shallow abdominal respiration, medullary paralysis and low blood pressure? അതായത് ഏത് ഫേസിലാണ് നമുക്ക് ഷാലോ ആയിട്ടുള്ള റെസ്പിറേഷൻ വരുന്നത്, മെഡുലറി പാരാലിസിസ് വരുന്നത്, ലോ ബ്ലഡ് പ്രഷർ വരുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു മെഡുലറി പാരാലിസിസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ എൻഡ് ചെയ്യും, കോമ ഡെത്ത് എപ്പോഴാണ് വരിക? ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 ആണ്. എൻ്റെ ആൻസർ ഫേസ് 4 ആണ്. So what is the purpose of administrating pre-anesthetic medication? ഓൾറെഡി പറഞ്ഞു എന്തിനാണ് നമ്മൾ pre-anesthetic medications കൊടുക്കുന്നത്. Decrease anxiety, promote wound healing, enhance muscle relaxation and increase blood pressure. ആൻസർ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആങ്സൈറ്റി ആണ്. Next question, which drug class is commonly used to reduce anxiety and induce sedation before anesthesia? അതായത് നമുക്ക് അനസ്തേഷ്യയ്ക്ക് മുമ്പ് ആങ്സൈറ്റി കുറയ്ക്കാനും സെഡേഷൻ ഉണ്ടാക്കാനും നമ്മൾ ഏത് ഡ്രഗാണ് ഉപയോഗിക്കുന്നത്? ആൻറ്റിഹിസ്റ്റമൈൻസ്, ആൻറ്റികൊളിനർജിക്സ്, ഒപ്പിയോയിഡ് ആൻഡ് ബെൻസോഡൈസപ്പീൻസ്. ആൻസർ എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസപ്പീൻസ് ആണ്. ബെൻസോഡൈസപ്പീൻസിൽ ഡൈസപ്പീൻസ് 5 to 10 mg നമ്മൾ കൊടുക്കുന്ന കാര്യം ഓൾറെഡി പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ്റെ ഭാഗത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. So next question, which drug is commonly used to produce amnesia during the pre-operative period? അതായത് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനിൽ നമ്മൾ അംനീഷ്യ കൊടുക്കാനായിട്ട് ഏത് ഡ്രഗ് കൊടുക്കുന്നു? എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഡൈസപ്പാം, പ്രോമെത്താസിൻ, മെറ്റോക്ലോപ്രമൈഡ് ആൻഡ് അട്രോപ്പിൻ. The answer is ഡൈസപ്പാം. Which class of drug is used to prevent post-operative nausea and vomiting? ഛർദിൽ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഏത് ഡ്രഗ് കൊടുക്കാൻ പറ്റും? ബെൻസോഡൈസപ്പീൻസ്, ആൻറ്റികൊളിനർജിക്, ആൻറ്റിഹിസ്റ്റമൈൻസ് ആൻഡ് ആൻറ്റി എമെറ്റിക്സ്. അപ്പോൾ നമുക്ക് വേറൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ആൻറ്റി എമെറ്റിക്സ് തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. So which drug is commonly used to decrease bronchial and salivary secretion? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്രോങ്കിയലും സലീവറി സെക്രീഷൻസ് ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഓപ്ഷൻസ് ഡൈസപ്പാം ഉണ്ട്, പ്രോമെത്താസിൻ, അട്രോപ്പിൻ, റാനിറ്റഡിൻ. ആൻസർ ഈസ് അട്രോപ്പിൻ. So which medicine is used to reduce gastric acidity before anesthesia? അതായത് നമുക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ 8 hours മുന്നേ നമ്മൾ ഫുഡൊക്കെ വിഡ്രോ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. സോ ഇതൊക്കെ ഒരു സപ്രസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? മെറ്റോക്ലോർപ്രമൈഡ്, സിമിഡിൻ, മോർഫിൻ, പെപ്റ്റിഡിൻ. ആൻസർ ഈസ് സിമിഡിൻ. ഇവിടെ സിമിഡിൻ വരാം, റാനിറ്റിഡിൻ വരാം. സോ ഏതാണോ ഓപ്ഷൻ ഉള്ളത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. What is the recommended oral dose of diazepam for pre-anesthetic medications? ഇത് നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ഡീൽ ചെയ്തതാണ്. 1 to 2 mg, 5 to 10 mg, 20 to 30 mg, 50 to 100 mg. The answer is 5 to 10 mg. What is the main purpose of using anticholinergic in pre-anesthetic medications? Pre-anesthetic medicationsൽ anticholinergic drugs യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? Reduce anxiety, produce amnesia, decrease bronchial secretion, relieve pre-operative pain. The answer is decrease bronchial secretion. ഞാൻ ഓൾറെഡി പറഞ്ഞു സലൈവറി സെക്രീഷൻസും ബ്രോങ്കിയൽ സെക്രീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചാൽ മാത്രമേ ഒരു സർജറി നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിച്ച് ഡ്രഗ് ഈസ് കോമൺലി യൂസ് ടു റിലീഫ് പ്രീ ഓപ്പറേറ്റീവ് പെയിൻ ആൻഡ് പ്രൊവൈഡ് അനാൾജിയ? ഡൈസപ്പാം, പ്രോമെത്താസിൻ, മെറ്റോക്ലോർപ്രമൈഡ്, ഒപ്പിയോയിഡ്സ്. നമ്മൾ വീണ്ടും ഇങ്ങനെ ഈ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ഏത് രീതിയിൽ വരുന്നു, ഏതൊക്കെ ഓപ്ഷൻസ് വരുന്നു, ഏത് ഓപ്ഷൻ ബെസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം, ഏത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതും ഒരു ഐഡിയ ഉണ്ടാവണം. ദ ആൻസർ ഈസ് ഒപ്പിയോയിഡ്സ്. സോ ഇത്രയാണ് നമ്മൾ ടോട്ടലി പറഞ്ഞത്. എന്താണ് അനസ്തേഷ്യ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, IV ഉണ്ട്, ഇൻഹലേഷൻ ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസിഫിക്കേഷൻ, വോളറ്റൈൽ പറഞ്ഞു, ഗ്യാസ് പറഞ്ഞു. അതുമാത്രമല്ല ഡിഫറെൻറ്റ് ഫേസ് പറഞ്ഞു. 4 ഫേസുകളുണ്ട്. അതിൽ തേർഡിന്
2, 3, 4 എന്ന് പറഞ്ഞ് ഒരു 4 സ്റ്റേജുകൾ പറഞ്ഞു. മെഡുലറി പാരാലിസിസും ഡെലീറിയവും അങ്ങനെയുള്ള സ്റ്റേജുകളെ പറ്റി സംസാരിച്ചു. അതുമാത്രമല്ല കുറച്ച് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിനെ പറ്റി സംസാരിച്ചു. സോ ഇതെല്ലാം ഒരു ബ്രീഫായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് ഒരു സെഷൻ വരെ കാണാം. താങ്ക് യു.